അധ്യായം 14. ശിനാർ രാജാവായ അമ്രാഫേൽ, എലാസാർ രാജാവ് അരിയോക്ക്, ഏലാം രാജാവായ കേദോർ ലായോമേർ, ജാതികളുടെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോദോം രാജാവായ ബേര, ഗൊമോറ രാജാവായ ബിർശ, അദ്മാ രാജാവായ ശിനാബ്, സെബോയും രാജാവായ ഷേമെബർ, സോവാർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു. ഇവരെല്ലാവരും സിദ്ദീം താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അതിപ്പോൾ ഉപ്പുകടലാവുന്നു. അവർ 12 സംവത്സരം കേദോർ ലായോമേറിന് കീഴടങ്ങിയിരുന്നു. 13-ാം സംവത്സരത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് 14-ാം സംവത്സരത്തിൽ കേദോർ ലായോമേരും അവനോടുകൂടിയുള്ള രാജാക്കന്മാരും വന്നു. അസ്തേരോത്ത് കർണിയമിലെ രേഫായികളെയും, ഹാമിലെ സൂസരെയും, ഷാവെ കിര്യാത്തായിമിലെ ഏമിരെയും, സേർ മലയിലെ ഹോര്യരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽ പാരാൻ വരെ തോൽപ്പിച്ചു. പിന്നെ അവർ തിരിഞ്ഞു കാദേശ് എന്ന ഏൻ മിസ്പാത്തിൽ വന്ന് അമാലേക്കരുടെ ദേശമൊക്കെയും ഹസേസോൻ താമാറിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു. അപ്പോൾ സോദോം രാജാവും ഗോമോറ രാജാവും അദ്മാ രാജാവും സെബോയും രാജാവും സോവാർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ടു. സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏലാം രാജാവായ കേദോർ ലായോമേർ, ജാതികളുടെ രാജാവായ തീദാൽ, ശിനാർ രാജാവായ അമ്രാഫേൽ, എലാസാർ രാജാവ് അരിയോക്ക് എന്നിവരുടെ നേരെ പടനിരത്തി. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരുടെ നേരെ തന്നെ. സിദ്ദീം താഴ്വരയിൽ കീഴ്ക്കുടികൾ വളരെ ഉണ്ടായിരുന്നു. സോദോം രാജാവും ഗോമോറ രാജാവും ഓടിപ്പോയി അവിടെ വീണു. ശേഷവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. സോദോമിലും ഗോമോറായിലുമുള്ള സമ്പത്തും ഭക്ഷണസാധനങ്ങളുമെല്ലാം അവർ എടുത്തുകൊണ്ടുപോയി. അബ്രാമിൻ്റെ സഹോദരന്റെ മകനായി സോദോമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി. ഓടിപ്പോന്നൊരുത്തൻ വന്ന് എബ്രാനായ അബ്രാമിനെ അറിയിച്ചു. അവൻ എശ്കോലിൻ്റെയും ആനേറിൻ്റെയും സഹോദരനായി അമോരനായ മമ്രയുടെ തോപ്പിൽ പാർത്തിരുന്നു. അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു. തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയെന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു എന്ന് അവരെ തോൽപ്പിച്ചു. ദമ്മേശേക്കിന് ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെ മടക്കിക്കൊണ്ടുവന്നു. തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കിക്കൊണ്ടുവന്നു. അവൻ കേദോർ ലായോമേറിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജ താഴ്വര എന്ന ഷാവെ താഴ്വര വരെ അവനെ എതിരേറ്റിയെന്നു. ശാലേം രാജാവായ മൽക്കീസേദക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാലികാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന് ആനേർ, എശ്കോൽ, മമ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരി മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ.